आसमां के परे एक जहां है कहीं, झूठ सच का वहाँ कायदा ही नहीं। रोशनी में वहाँ की अलग नूर है, साए जिस्मों से आगे जहाँ जाते हैं। चल वहाँ जाते हैं, चल वहाँ जाते हैं, प्यार करने चलो हम वहाँ जाते हैं। चल वहाँ जाते हैं, चल वहाँ जाते हैं, प्यार करने चलो हम वहाँ जाते हैं। तुम मेरे आके लग जाओ ना, डरते हो क्यों जरा पास तो आओ ना। सीने से तुम मेरे आके लग जाओ ना, डरते हो क्यों जरा पास तो आओ ना। सुनो चल वहाँ जाते हैं, चल वहाँ जाते हैं, प्यार करने चलो हम वहाँ जाते हैं। चल वहाँ जाते हैं, चल वहाँ जाते हैं, प्यार करने चलो हम वहाँ जाते हैं। जाते हैं, चल जाते हैं। പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. പുറകെ കിടന്ന് അവൻ്റെ വാരിയിലൂടെ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയിലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നും ഉള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരവിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇപ്പോൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും.
പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. Yourself in the Lord, He will give you your heart's desire. Commit your ways to the Lord, trust in Him and He will bless your Still before the Lord, wait patiently for Him, trust in the Lord and do good, dwell in His holy land. salvation comes from the Lord, a mighty stronghold in times of trouble.
ഞങ്ങളുടെ കർത്താവായ വിവാഹത്താൽമനസ്സിനായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ആശ്രയം വിളിച്ചു വരുന്നു. സ്വർഗീയ വരങ്ങളായ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യർക്ക് നന്മയ്ക്കും വേണ്ടി ഉദാശീർവദിനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃത്വത്തെയും മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ സ്നേഹം മൂലം നിന്റെ ജന മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായ രാജാവിനെ അവർ സന്ദർശിക്കും. തൊഴിലായ മാതൃകളെ അനുഭവിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയിലും സൈത്തമുടകൾ പോലെയും ആയിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നതിൽ ക്ഷമിക്കുക. നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിനെപ്പോഴും നിങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ജീവനായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. വിശുദ്ധ പൗലോസ് എഫെസോസ്യർക്കെതിരെ അധ്യായം 5 20 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചിരിക്കുന്നു. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാവരും വേണ്ടി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് അർപ്പിക്കുകയും ക്രിസ്തുവിനുള്ള ബഹുമാനത്തെപ്പെടുത്തുന്നതിൽ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താക്കന്മാരുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കും, ജനങ്ങളുടെ കഴുകുകയും വചനത്താൽ നന്മയുള്ളതാക്കുകയും ഇതവളെ കരയോ ചുടുകോ മറ്റു കുറവുകളോ ഇല്ലാത്ത മുഖത്ത് മുന്നിലായിരിക്കുന്ന പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരിക്കുകയും പ്രസിദ്ധിയുമായിരിക്കും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരമാണ് സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്നതുപോലെ അതിനെ പരിപാലിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാലത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അത് രണ്ടുപേരും ഉണ്ടാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയുടെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പെടുന്നതിന് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ ഭർത്താവിനെ
മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവൻ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സിജു, സൗമ്യ, അവരുടെ ബന്ധുജനങ്ങളെ, ഇന്നേ ദിവസം ഒരുപാട് നാളത്തെ ഒരുക്കത്തിന് ശേഷം സിജുവും സൗമ്യവും ഈ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിവാഹിതരാകാനായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. തിരുസഭ വിവാഹ ജീവിതത്തെ വളരെ പ്രധാനപ്പെട്ട ജീവിത ചര്യയായി തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഒരുക്കം അവർക്ക് നൽകുന്നത്. നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ തന്നെ ഇപ്രകാരമാണ്: ഇന്നു മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നാണ്. ഈ നിമിഷം മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ, അതെന്ന് അവസാനിച്ചാലും ആ ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന ഒരു പ്രതിജ്ഞ. വിവാഹ ജീവിതത്തെ കുറിച്ച് തിരുസഭ പറയുമ്പോൾ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ രണ്ട് ആണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം. രണ്ടാമത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ ദൈവവിശ്വാസത്തിൽ സഭയ്ക്കായി വളർത്തുക എന്നുള്ള ഉത്തരവാദിത്തം. ഈ രണ്ട് കാര്യങ്ങൾ ലക്ഷ്യങ്ങളാണ് വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഈ ബന്ധം വേർപെടുത്താനായിട്ട് ആർക്കും അധികാരമില്ല. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സിജുവിന്റെ ജീവിതത്തിലാണെങ്കിലും ജീവിതത്തില് ഒരു വ്യക്തിയും ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയും ആരും ഈ ബന്ധത്തെ വേർപെടുത്താനായിട്ട് അധികാരമില്ല. കാരണം ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്രകാരം തന്നെ സൗമ്യയുടെ ജീവിതത്തിലും ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും സിജുവിനുമായിട്ട് ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുവാനായിട്ട് അധികാരമില്ല. കാരണം ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിക്കുന്നത് ഒരിക്കലും മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ ഒരു മനുഷ്യനും വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ളത് വളരെ പ്രധാനമേറിയ കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ വിവാഹം ഉദാസീനർക്ക് വേണ്ടി കർത്താവ് ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിന്റെ ത്യാഗങ്ങളുടെ ജീവിതം നയിക്കുവാൻ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാകുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജീവിത സഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ ഗ്രഹം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Oh
സിജു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അന്നമ്മ സൗമ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നമ്മ സൗമ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വർക്കി സിജു നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകൈ ചേർത്തുപിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനിശ്ചിതവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹാ ഇപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും
അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ താരതമ്യരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിനെ ലഭിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും ആദിഷ്ടം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.